കടകംപള്ളിയെ വീണ്ടും ചോദ്യം ചെയ്യുമോ? അതിനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. കാരണം കടകംപള്ളി ഇന്നലെ പറഞ്ഞിട്ടുള്ള മൊഴികളിലൊന്നും SITക്ക് അത്ര പൂർണ്ണ വിശ്വാസമൊന്നുമില്ല. കാരണം മൂപ്പര് എന്തായാലും മുഴുവൻ സത്യം പറയാനുള്ള സാധ്യതയില്ലെന്ന് അവർക്ക് കണക്ക് കൂട്ടാവുന്നതേ ഉള്ളൂ. 3 മണിക്കൂറാണ് ചോദ്യം ചെയ്തത് എന്നാണ് പറയുന്നത്. 3 മണിക്കൂർ ചോദ്യം ചെയ്തു എന്നും പറയുന്നത് 2.5 മണിക്കൂർ എന്നും പറയുന്നുണ്ട്. എന്തായാലും 100ഓളം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് SIT. പലതിലും ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് കടകംപള്ളി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഉള്ള അന്വേഷണം എന്ന് പറയുന്നത് ഇതുവരെയും ദേവസ്വം ബോർഡ് അംഗങ്ങൾ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, പിന്നെ അവരുടെ അസ്മാദികൾ, ഇവരെയൊക്കെ ചുറ്റിപ്പറ്റിയായിരുന്നു അന്വേഷണം. പക്ഷേ ഇന്നലത്തെ കടകംപള്ളിയുടെ ചോദ്യം ചെയ്യലോട് കൂടി ഇതിൻ്റെ അന്വേഷണം എന്ന് പറയുന്നത് അന്നത്തെ സർക്കാർ തലത്തിലേക്ക് കൂടി കടക്കുന്നുണ്ട്. അപ്പോൾ ഒരു പടി കൂടി മുന്നോട്ട് പോകുന്നുണ്ട് SIT. അതിനിടയിൽ SITയുടെ അന്വേഷണം എവിടെയൊക്കെ തട്ടിത്തടഞ്ഞു പോകുന്നുണ്ട്. CBI അന്വേഷണം വേണമെന്നുള്ള ആവശ്യം ഇപ്പോൾ ഹൈക്കോടതിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും CBI കൂടി ഇതിലേക്ക് വരാനുള്ള സാധ്യതകളുമുണ്ട്. എന്തായാലും CBI അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇന്നലെ ചോദ്യം ചെയ്യുമ്പോൾ കടകംപള്ളിയെ മാത്രമല്ല ചോദ്യം ചെയ്തത്, PS പ്രശാന്തിനെയും ഒക്കെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2019 കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ വിളിപ്പിച്ചത്, അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് കടകംപള്ളി പറഞ്ഞത്. പക്ഷേ കടകംപള്ളി ഇത് പറയുമ്പോൾ മൊത്തത്തിലൊരു വിറയുണ്ടായിരുന്നു എന്നുള്ളൊരു സംസാരം കൂടി വരുന്നുണ്ട്. അപ്പോൾ പത്മകുമാറിൻ്റെ മൊഴിയും പോറ്റിക്കൊപ്പമുള്ള ഈ ചിത്രങ്ങളുമൊക്കെ കടകംപള്ളിക്ക് എതിരെ നിൽക്കുന്ന തെളിവുകളായിട്ട് അവിടെ മാറുന്നുണ്ട്. കൂടാതെ ഈ അന്വേഷണത്തിന് ഹൈക്കോടതി നിശ്ചയിച്ചിട്ടുള്ള പരിധി അത് ഈ ജനുവരി ആദ്യ വാരം അവസാനിക്കുകയാണ്. അപ്പോൾ ഇതുവരെയും കടകംപള്ളിയെ ചോദ്യം ചെയ്തില്ലല്ലോ എന്നുള്ള കാര്യങ്ങൾ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ബാക്കി എല്ലാവരെയും ചോദ്യം ചെയ്തു, ആ സമയത്ത് മന്ത്രിയായിരുന്ന കടകംപള്ളിയെ ചോദ്യം ചെയ്യാതിരുന്നത്? അപ്പോൾ ഒരു കൂട്ടർ പറഞ്ഞു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വരികയാണ്, അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടേ ചോദ്യം ചെയ്യൽ ഉണ്ടാവുകയുള്ളൂ, അതുവരെ പിടിച്ചു വെച്ചിരിക്കുകയാണ് കടകംപള്ളിയിലേക്ക് പോകാൻ എന്നാണ് പറയുന്നത്. പക്ഷേ അതിൽ എത്രത്തോളം വാസ്തവമുണ്ട് എന്ന് നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കണം. കാരണം കോടതിയുടെ നിരീക്ഷണത്തിൽ നടത്തുന്ന അന്വേഷണമല്ലേ, അല്ലാതെ സർക്കാർ തലത്തിൽ അല്ല. അപ്പോൾ സർക്കാരിന് ഏതെങ്കിലും ഒരു തരത്തിൽ അവിടെ ഒരു നീക്കുപോക്ക് നടത്താനോ അല്ലെങ്കിൽ അന്വേഷണത്തിൽ ഈ ഒരു ചോദ്യം ചെയ്യൽ ഒഴിവാക്കി വിടാനുള്ള സാധ്യതകളൊന്നും ഉണ്ടായില്ല. എന്തായാലും നിർണായകമായിട്ടുള്ള ചോദ്യം ചെയ്യലാണ് ഇന്നലെ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനിടയിൽ തന്നെ VD സതീശനും രംഗത്തെത്തുന്നുണ്ട്. അപ്പോൾ VD സതീശൻ പറയുന്നുണ്ട്, ഈ ചോദ്യം ചെയ്യൽ ഇത്ര രഹസ്യമാക്കേണ്ട കാര്യമൊന്നുമില്ല, ഒളിച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണ്, പലരെയും ചോദ്യം ചെയ്തതല്ലേ, അതിൻ്റെ കടകംപള്ളി മാത്രം വരുമ്പോൾ അത്ര രഹസ്യം ആക്കി വെക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. മാത്രമല്ല SITയിൽ വിശ്വാസമുണ്ട് എന്നൊക്കെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 3 മണിക്കൂർ ചോദ്യം ചെയ്യൽ, 100 ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇതിൽ പല കാര്യങ്ങളും കടകംപള്ളി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിലൊരു പ്രമുഖ മാധ്യമം 2 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് കടകംപള്ളിയോട് ചോദിച്ചു എന്ന് പറയുന്ന 2 ചോദ്യങ്ങൾ. അതിൽ എന്തായിരുന്നു അന്നത്തെ ഇടപാടുകൾ, ഇവരുമായിട്ടൊക്കെ ബന്ധമുണ്ട്, ഈ PS പ്രശാന്ത് ഇവർ പറയുന്നതിൽ വാസ്തവമുണ്ടോ എന്ന തരത്തിലാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ചോദ്യാവലികൾ മാത്രമല്ല, ഉത്തരങ്ങൾ എന്ത് കടകംപള്ളി പറഞ്ഞു എന്നുള്ളതൊന്നും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അതെങ്ങനെയാണ് ഈ മാധ്യമത്തിന് മാത്രമായിട്ട് കിട്ടിയത് എന്നുള്ളത് അതൊരു വഴിതിരിച്ചു വിടാനുള്ള സാധ്യതയാണ്. അതായത് അന്വേഷണത്തെക്കുറിച്ച് എന്താ പറയുക, പുറമേക്ക് പരക്കുന്ന ചില കാര്യങ്ങളിലൊക്കെ ഒരു ആധികാരികത നഷ്ടപ്പെടുത്താനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ നമുക്കതിനെ കരുതാം. കാരണം ബാക്കി ഒരു മാധ്യമത്തിനും കിട്ടാത്ത ഒരു റിപ്പോർട്ട്, ഒരു SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തുന്ന ചോദ്യം ചെയ്യൽ, ആ ചോദ്യം ചെയ്യലിൽ തികച്ചും ഈ ഉദ്യോഗസ്ഥരും കടകംപള്ളിയോ അല്ലെങ്കിൽ PS പ്രശാന്തിനെ ഇനി ഒരുമിച്ചിരുത്തിയാണോ ചോദ്യം ചെയ്തതെന്ന് അറിയില്ല. എന്തായാലും അങ്ങനെയെങ്കിൽ അവർ മാത്രം ഉൾപ്പെടുന്ന ഒരു ചോദ്യം ചെയ്യലിലുള്ള ഒരു റൂം നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ട് ഇതെങ്ങനെയായിരിക്കുമെന്നുള്ളത്. അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് ഈ 2 ചോദ്യങ്ങൾ മാത്രം, അല്ലെങ്കിൽ മുഴുവൻ ചോദ്യങ്ങളും ഇതൊക്കെയാണ് കടകംപള്ളിയോട് ചോദിച്ചത്, അതിന് കടകംപള്ളി പറഞ്ഞിട്ടുള്ള ഉത്തരങ്ങൾ ഇതാണ് എന്ന് പറഞ്ഞ് ഇവർക്ക് കൊടുക്കാം. പക്ഷേ ഈ 2 ചോദ്യങ്ങൾ മാത്രമായിട്ട് ഒതുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് പിന്നിലുള്ള താല്പര്യം, അത് ആരുടെ താല്പര്യമാണ്, എന്തിനാണ് അതങ്ങനെ പടച്ചുവിടാൻ ശ്രമിച്ചത് എന്നുള്ളതും നമുക്ക് വരേണ്ടതുണ്ട്. എന്തായാലും പോറ്റിയുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് സ്വാഭാവികമായും കടകംപള്ളിയോട് ചോദിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വഴിവിട്ടുള്ള സഹായങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കൊക്കെ കടകംപള്ളി പറഞ്ഞിട്ടുള്ള ഉത്തരം അതൊന്നും SITക്ക് അത്ര ബോധ്യപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ തൃപ്തികരമായിട്ടില്ല എന്നാണ് പറയുന്നത്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രിയൻ ചോദിച്ചതുപോലെ വീണ്ടും ചോദ്യം ചെയ്യേണ്ടി വരുന്നത്.
ഒരു ചോദ്യം ചെയ്യലിൽ അയാൾ പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ അന്ന് കടകംപള്ളി പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും പൊരുത്തക്കേടുകൾ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. 3 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലാണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ സ്വർണ്ണം പൂശാനായിട്ട് ശില്പങ്ങൾ പോറ്റിക്ക് കൈമാറാൻ വേണ്ടിയിട്ട് ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനത്തിൽ സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഈ മിനിറ്റ്സ് ഉൾപ്പെടെയുള്ളത് തിരുത്തിയിട്ടുണ്ട്. അതായത് ഈ ഒരു സ്വർണം പൂശാനായിട്ടുള്ള ശില്പങ്ങൾ കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മിനിറ്റ്സ് ഉൾപ്പെടെയുള്ളവ തിരുത്തിയിട്ടുണ്ട് എന്നുള്ളത് വിജയകുമാർ എന്ന് പറയുന്ന മുൻ ബോർഡ് അംഗവും ബാക്കി 2 പേരെയും എടുത്ത് ചോദ്യം ചെയ്യലിൽ നിന്ന് അവർ 3 പേരും പറഞ്ഞിട്ടുള്ളത് ഇത് തിരുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. അങ്ങനെ തിരുത്തിയിട്ടുണ്ട് എന്ന് ഈ 3 പേരുടെ മൊഴി നിൽക്കെ കടകംപള്ളി പറയുകയാണ് ഇല്ല, അത്തരത്തിലുള്ള സംഭവിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ആശയക്കുഴപ്പമുണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അവിടെ എന്തോ നടന്നിട്ടുണ്ട് എന്ന് SITക്ക് സ്വാഭാവികമായി. ഇപ്പം നമുക്ക് മുമ്പിലാണെങ്കിലും ഈ 2 മൊഴികളും വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെ, അവിടെ എന്തോ നടന്നിട്ടുണ്ട്, അതുകൊണ്ടാണല്ലോ 2 മൊഴികളും വൈരുദ്ധ്യമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ സർക്കാരിൻ്റെ കൂടി അറിവോടെയും നിർദ്ദേശപ്രകാരവുമാണ് ഈ തീരുമാനം എടുത്തത് എന്നുള്ളത് ഇവരുടെ ഒപ്പം തന്നെയാണ് ഈ പത്മകുമാർ, ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന പത്മകുമാറും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് പ്രതിയായിട്ടുള്ള പോറ്റി കഴക്കൂട്ടം മണ്ഡലത്തിൽ വീടുകൾ നിർമ്മിച്ച് നൽകിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ച് കൂടി അന്വേഷണം വരുന്നുണ്ട് ഈ ഘട്ടത്തിൽ. അപ്പോൾ പത്മകുമാർ, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നിവരെ കടകംപള്ളിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഈ അന്വേഷണം വീണ്ടും നീണ്ടുപോകാനുള്ള, അതായത് ജയിലിൽ എത്തിയിട്ട് ഇവരെ ചോദ്യം ചെയ്യാനുള്ള നീക്കമാണ് നടക്കുന്നത്. അപ്പോൾ ഉന്നത നേതാക്കളിലേക്കൊക്കെ അന്വേഷണം നീളുന്നത് ഈ ശബരിമല വിഷയത്തിൽ വിശദീകരണവുമായിട്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് ഈ ജനുവരി 15 മുതൽ CPM തീരുമാനിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ശബരിമല പ്രക്ഷോഭകാലത്തും അവസാനം ജനങ്ങളുടെ വീട് കയറി ജനങ്ങളുടെ കാല് പിടിക്കേണ്ടി വന്നു. ജനങ്ങളുടെ എന്നും നമുക്ക് പറയുന്നില്ല, വിശ്വാസികളുടെ കാല് പിടിക്കേണ്ടി വന്നു. അതേപോലെ തന്നെ വളരെ കാര്യമായ രീതിയിൽ അയ്യപ്പ കോപം അല്ലെങ്കിൽ അയ്യപ്പ ശാപം ഈ സർക്കാരിനെ വേട്ടയാടുന്നുണ്ട്. അത് ഏത് കാലഘട്ടം മുതലാണ് എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ പറയുന്നുണ്ട് ശബരിമല പ്രക്ഷോഭകാലം മുതലാണ്. ഒരുപക്ഷെ അതിനു മുമ്പ് ഈ തട്ടിപ്പിൻ്റെ അതായത് അതിനുള്ള ആസൂത്രണങ്ങൾ ഇവർ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ആ കാലം മുതൽ വേട്ടയാടുന്നുണ്ടാവും. അതിനെ നന്നായിട്ട് ഭയക്കുന്നുണ്ട് കേട്ടോ ഈ മുഖ്യമന്ത്രി പിണറായി വിജയന്. കാരണം പാപഭോജനം ഉൾപ്പെടെയുള്ളതൊക്കെ നടത്തിയിട്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഈ വിദ്വാൻ അദ്ദേഹം വളരെയധികം തത്രപ്പാട് വിടുന്നുണ്ട്. അപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തി നോക്കി. ആഗോള അയ്യപ്പ സംഗമം നടത്തിയിട്ട് അങ്ങോട്ട് ഏറ്റില്ല. അതിനിടയിൽ സദ്യ നടത്താൻ നോക്കി. അപ്പോൾ എന്തായാലും സ്റ്റീൽ പാത്രത്തിലാണ് അവിടെ വരുന്നവർക്ക് സദ്യ നൽകുമെന്ന് പറയുന്നത്. അതായത് മുഖ്യമന്ത്രി ചെയ്തതിൻ്റെ പാപഭാരം ജനങ്ങൾ പേറണം എന്നുള്ള നിലയിലേക്ക് വരെ എത്തി. അപ്പോൾ അത്രയും തരം താഴ്ന്നു എന്നുള്ളതാണ്. വിശ്വാസമില്ല എന്ന് പറയുകയും അന്ധവിശ്വാസത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ താൻ ചെയ്തത് തെറ്റാണ് എന്നുള്ളൊരു ഉത്ബോധം കിടക്കുമല്ലോ. പുറമേക്ക് പറയാനും പറ്റില്ല. കാരണം ഈ പറയുന്ന ആകെ വിശ്വാസമില്ലാത്തവരെന്ന് ഉള്ള ഒരു ലേബൽ സൃഷ്ടിച്ചെടുത്തവർക്ക് എവിടെയാണ് വിശ്വാസമുണ്ട് എന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തിയിട്ട് പോയിട്ടില്ല. ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഇനിയിപ്പോൾ അവർ ജനങ്ങൾക്കിടയിലേക്ക് വീണ്ടും ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ എത്ര തവണ ഈ ചെയ്യുന്ന പാപത്തിൻ്റെ ഫലം അതായത് ഈ കർമ്മഫലം ഒഴിവാക്കാനായിട്ട്, അല്ലെങ്കിൽ ഇവർ പേറിയിട്ടുള്ള ഈ പാപം ഒഴിവാക്കാനായിട്ട് ജനങ്ങളുടെ കാല് പിടിക്കേണ്ടി വരുന്നു. ഒരേ സർക്കാരാണ്, CPMൻ്റെ നേതൃത്വമാണ് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഒരു സംസ്ഥാനത്തെ വിശ്വാസികളുടെ മൊത്തം കാലും പിടിക്കുന്ന രീതിയിലേക്ക് പോകുന്നത്. എന്നാൽ പിന്നെ ഒരുമിച്ച് വിളിച്ചു നിർത്തിയിട്ട് പറഞ്ഞാൽ പോരെ, ഞാനിതൊക്കെ ചെയ്തു, മാപ്പ് എന്നങ്ങ് പറഞ്ഞാൽ മതി. ഇനിയിപ്പോൾ അതും പറയണ്ട. അവിടെ ശബരിമലയിൽ പോയിട്ട് സന്നിധിയിൽ നിന്നിട്ട് പറഞ്ഞാൽ മതി, സ്വയം പറഞ്ഞാൽ മതിയല്ലോ. അയ്യപ്പന് ബോധ്യപ്പെട്ടാൽ മതിയല്ലോ, ദൈവത്തിന് ബോധ്യപ്പെട്ടാൽ മതി. ഞാൻ ചെയ്തു പോയതിന് മുഴുവൻ സമസ്താപരാധം എന്ന് പറഞ്ഞാലും മതി. എന്തായാലും വീണ്ടും ഇറങ്ങുന്ന ഈ സാഹചര്യം അത് വളരെ കാര്യമായിട്ട് തന്നെ നമ്മൾ എടുക്കണം. കാരണം ഇവർ തെറ്റ് ചെയ്തു എന്ന് ഇവർ പരോക്ഷമായിട്ടാണെങ്കിലും ഇവർ സമ്മതിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിലാണ് ദേവസ്വം മന്ത്രിയെ വീണ്ടും ചോദ്യം ചെയ്യും എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ അതിനെ നമുക്ക് നിസ്സാരമായിട്ട് കാണാനും കഴിയില്ല. ഒരേ വിഷയത്തിൽ രണ്ടാമതും, അതായത് അപ്പോൾ പൂർണ്ണമായിട്ടും ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്ന അന്നത്തെ കടകംപള്ളി പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും
ശുദ്ധ തട്ടിപ്പായിരുന്നു എന്നുള്ളത് SITക്ക് പൂർണ്ണ ബോധ്യമായതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് വീണ്ടും ചോദ്യം ചെയ്യാനുള്ള നീക്കം നടക്കുന്നത്. കാരണം ഈ പറഞ്ഞിട്ടുള്ള ആളുകളിൽ നിന്നെല്ലാം, ഇപ്പോൾ പ്രതികളാക്കപ്പെട്ടിരിക്കുന്നവരിൽ നിന്നെല്ലാം തന്നെ കിട്ടിയിട്ടുള്ള മൊഴികൾ ദേവസ്വം ബോർഡ് മന്ത്രിക്ക് എതിരാണ് എന്ന് പൂർണ്ണമായിട്ട് ഈ ഒരു കാര്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവ് പ്രവർത്തനം ആരംഭിച്ചിട്ട് 2 മാസം പൂർത്തിയാവുകയും കൂടിയാണ്. എനിക്ക് നിങ്ങളുടെ സഹായം തുടർന്നും ആവശ്യമുണ്ട്. വലിയ സഹായമാണ്, വലിയ പിന്തുണയാണ് നമ്മുടെ പ്രേക്ഷകർ നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ അളവൊന്ന് കൂട്ടുക എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകൾ നമ്മുടെ ചാനൽ കാണണം, കൂടുതൽ സബ്സ്ക്രിപ്ഷൻ വരണം. ഒന്നും ചെയ്യേണ്ട, നമ്മുടെ ചാനൽ കാണുമ്പോൾ അതിൽ IND എന്ന് പറയുന്ന ഇന്ത്യ ലൈവിൻ്റെ ലോഗോ ഇടതുവശത്ത് കാണാം. നിങ്ങൾ അതിലൊന്ന് വിരലമർത്തിയാൽ ചാനൽ ഓപ്പണായി വരും. സബ്സ്ക്രൈബ് എന്നുള്ള ഒരു ബാർ കാണും, അവിടെ ഒന്ന് വിരലമർത്തുക. പിന്നെ തൊട്ടുപുറത്ത് ഒരു ബെൽ ഐക്കണുണ്ട്, അതും കൂടി ഒന്ന് അമർത്തി ഇന്ത്യ ലൈവിനെ അതിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ സഹായിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടണും അമർത്തണം.